Hi all, welcome to Himes Academy. നമ്മളുടെ സെറ്റ് എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ കൃത്യമായിട്ട് അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് തീർത്ത് വെക്കാം ഇപ്പം തന്നെ. അപ്പോൾ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 2025 വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലും ദെൻ അടുത്ത ഒരു വീഡിയോയിലുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ പാർട്ട് 1 ആണിത്. അപ്പോൾ കൃത്യമായിട്ട് കവർ ചെയ്യാം. ദെൻ പാർട്ട് 2 നമ്മൾ നാളെ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞായിട്ട് നമ്മളത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മറക്കാതെ കാണുക. നമുക്ക് എന്തായാലും അതിൽ നിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും, ഷുവറാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാം. ദെൻ ഇനിയും നിങ്ങൾ പേപ്പർ 1 ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടിക്കണ്ട. നിങ്ങൾക്ക് ചെറിയൊരു ഫീസിൽ നിങ്ങൾ ആ തരുന്ന പൈസയ്ക്ക് ഒരു കുറവും കൂടാതെ അതിൻ്റെ 4 ഇരട്ടി എഫേർട്ടിൽ നമ്മൾ ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും വളരെ കൃത്യതയോടുകൂടി. ഇനിയുള്ള ഈ 1 മാസം മാത്രം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് പേപ്പർ 1 മിനിമം ഒരു 70 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇനിയും ജോയിൻ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയ, ഇപ്പോൾ നിങ്ങൾക്ക് സൈക്കോളജിയാണ് അറിയത്തില്ലാത്ത എങ്കിൽ സൈക്കോളജിക്ക് മാത്രമായിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഫിലോസഫി വേണം എങ്കിൽ ഫിലോസഫിക്ക് മാത്രമായിട്ട് അവൈലബിൾ ആണ്. ഇനി എഡ്യൂക്കേഷൻ കമ്മീഷൻ മാത്രം മതിയോ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ഹൈംസ് അക്കാഡമിയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ, പാർവതി അർഗ ബേർഡ് സാങ്ച്വറി ഓഫ് വിച്ച് സ്റ്റേറ്റ് ഡിക്ലെയർഡ് എക്കോ സെൻസിറ്റീവ് സോൺ. പാർവതി അർഗ എന്ന് പറഞ്ഞൊരു പക്ഷി സങ്കേതമാണ്. അത് പരിസ്ഥിതി ലോല മേഖലയായിട്ട് പ്രഖ്യാപിച്ചു. അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അത് വരുന്നത് നമ്മളുടെ ഉത്തർപ്രദേശിലാണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. പാർവതി അർഗ ബേർഡ് സാങ്ച്വറി ഓഫ് വിച്ച് സ്റ്റേറ്റ് ഡിക്ലെയർഡ് എക്കോ സെൻസിറ്റീവ് സോൺ. എക്കോ സെൻസിറ്റീവായിട്ട് സോണായിട്ട് പ്രഖ്യാപിച്ച പാർവതി അർഗ ബേർഡ് സാങ്ച്വറി ഏത് സ്റ്റേറ്റിലാണ്? അത് ഉത്തർപ്രദേശിലാണ്. നെക്സ്റ്റ്, ഗൊഗാബി ലേക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അത് ബീഹാറിലാണ്. ഓർത്ത് നോക്കുക, ഗൊഗാബി ലേക്ക് എവിടെയാണെന്ന് വെച്ചാൽ ബീഹാറിലാണ്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് കറൻറ്റ്ലി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ന്യൂസിൽ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 94ാമത്തെ രാംസാർ സൈറ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലമാണ് ഗൊഗാബി ലേക്ക് എന്ന് പറയുന്നത്. അതൊരു ഓക്സ്ബോ ലേക്കാണ്. ദെൻ അതിൻ്റെ ലൊക്കേഷൻ പറയുന്നത് നമ്മൾ ബീഹാറിലാണ്. ബീഹാറിൽ മണിഹാരി കാത്തിഹാർ എന്ന് പറയും. ഇത് ഗംഗ ആൻഡ് മഹാനദിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഇത് വരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ബീഹാറിലാണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ബീഹാറിലെ 6ാമത്തെ റാംസാർ സൈറ്റാണിത്. അപ്പം 6 റാംസാർ സൈറ്റ് ഉണ്ട്. 6ാമത്തെ റാംസാർ സൈറ്റായി ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ് ഈ ഗോഗാബി ലേക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെയുള്ള 5 എണ്ണം എന്ന് പറയുന്നത് ഗോകുൽ ജൽഷായ് ബക്സറിലുള്ള ഗോകുൽ ജൽഷായ്, അതും ഒരു ഓക്സ്ബോ ലേക്കായിരുന്നു. ദെൻ ഉദയ്പൂർ ജീൽ വെസ്റ്റ് ചമ്പാരനിലാണ്, അതും ഒരു ഓക്സ്ബോ ലേക്കായിരുന്നു. ദെൻ കൻവാർ എന്ന് പറയുന്നൊരു തടാകമുണ്ട്, കൻവാർ ലേക്ക്. ദെൻ അത് വരുന്നത് ബെഗുസാരായി എന്ന് പറയും. നാഗി പക്ഷി സങ്കേതം ജാമുയി എന്ന് പറയുന്ന ജില്ലയിൽ. ദെൻ നക്തി പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ജാമുയി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിലവിൽ ബീഹാറിലുള്ള 6 റാംസാർ സൈറ്റ്. അപ്പോൾ ഇതിൽ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന ഗോഗാബി ലേക്ക് തന്നെയാണ്. കാരണം അതാണ് ഏറ്റവും കറണ്ട് ആയിട്ട്, അല്ലെങ്കിൽ 2025 ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു റാംസാർ സൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൊപ്ര ജൽഷായ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ്? അത് ഛത്തീസ്ഗഡ് ആണ്. അപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 96 റാംസാർ സൈറ്റാണുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പേ തൊട്ട് പിന്നെ കാണാൻ 94ാമത്തെ റാംസാർ സൈറ്റ് ആയിരുന്നു. അപ്പോൾ ഈ 96 എന്ന് പറയുന്നത് കൊപ്ര ജൽഷായും ദെൻ അതുപോലെ തന്നെ നമ്മുടെ സിലിസർ തടാകം ലേക്കും കൂടെ ചേർന്നിട്ട് അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 96 റാംസാർ സൈറ്റ്സ് ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഈ റാംസാർ സൈറ്റ് എന്ന് പറയുന്നത്. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ അതിപ്പോൾ ഓർത്ത് വെക്കുക, നമ്മുടെ ഛത്തീസ്ഗഡിലെ ആദ്യത്തെ റാംസാർ സൈറ്റും കൂടെയാണ് ഈ കൊപ്ര ജൽഷായ് എന്ന് പറയുന്നത്. അത് വരുന്നത് ബിലാസ്പൂർ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലാണ്. അപ്പം ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചോളം ആദ്യത്തെ റാംസാർ സൈറ്റാണെന്ന് ഓർക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ സിലിസർ തടാകം എന്ന് പറയുന്നത് ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ശുദ്ധജല തടാകമാണ് ഈ സിലിസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലം വരുന്നത് രാജസ്ഥാനിലാണ്, അൽവാർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ. അൽവാർ ഡിസ്ട്രിക്റ്റ് രാജസ്ഥാനിലെ ബാക്കിയുള്ള നമ്മൾ പറഞ്ഞു ആകെ ഛത്തീസ്ഗഡിൽ ഒരെണ്ണേ ഉള്ളൂ ഈ പറയുന്ന കൊപ്ര ജൽഷായ് ആദ്യത്തെ റാംസാർ സൈറ്റാണ്. ദെൻ അതിനുശേഷം ഈ പറയുന്ന നമ്മൾ ഈ രാജസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ ഇതിപ്പം എത്രാമത്തെയാണ്? 5ാമത്തെയാണ് ഈ സിലിസർ എന്ന് പറയുന്നത്. ദെൻ ഇതിന് മുന്നേ ഏതൊക്കെയുണ്ട്? കിയോലാഡിയോ എന്ന് പറയുന്ന നാഷണൽ പാർക്കുണ്ട്. ദെൻ സംബാർ എന്ന് പറഞ്ഞൊരു ലേക്കുണ്ട്. ദെൻ അതുപോലെ തന്നെ ഹിച്ചാൻ എന്ന് പറയുന്നൊരു തണ്ണീർത്തടം വെറ്റ്ലാൻഡ് ഉണ്ട്. ദെൻ മേനാർ എന്ന് പറയുന്ന മറ്റൊരു തണ്ണീർത്തടം അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ പറയുന്ന രാജസ്ഥാനിൽ ഓൾറെഡി ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയതൊന്ന് ഓർത്ത് വെക്കുക. പുതിയതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇതാണ് നമ്മളുടെ സിലിസർ എന്ന് പറയുന്ന ലേക്ക്. നെക്സ്റ്റ് നമ്മൾ വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഇൻഫർമേഷൻ നമുക്ക് നോക്കി വെക്കാം. വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള
അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് കുറിക്കുന്ന കൺവെൻഷനാണ് രാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. അത് സൈൻ ചെയ്തിരിക്കുന്നത് 2 ഫെബ്രുവരി 1971 അതിൻ്റെ സ്ഥലം അത് ഇറാനിലെ രാംസാറിലാണ്. നിലവിൽ പക്ഷേ വരുന്നത് 1975 ഡിസംബർ 21 22 ഫെബ്രുവരി 1971 സൈൻ ചെയ്തെങ്കിലും അത് നിലവിൽ വരുന്നത് എന്നാണ് 21 ഡിസംബർ 1975 ദെൻ ഇന്ത്യയിൽ നമ്മളിപ്പം ഓൾറെഡി കണ്ടു 96 രാംസാർ സൈറ്റ്സ് ഉണ്ട്. അതിൽ 96ാമത്തെ അല്ലെങ്കിൽ 95ഉം 96ഉം വരുന്നത് കൊപ്ര ജൽഷായും ദെൻ അതുപോലെ തന്നെ സിൽസർ എന്ന് പറയുന്ന ലേക്കുമാണ്. അപ്പോൾ 94 കൂടെ ഓർത്തുവെക്കുക നല്ലതാണ്, ഗൊഗാബിൽ എന്ന് പറയുന്ന ലേക്ക്. അപ്പോൾ ഇങ്ങനെ 96 രാംസാർ സൈറ്റ്സ് ആണ് ഇന്ത്യക്കുള്ളത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രാംസാർ സൈറ്റുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് തമിഴ്നാടാണ്. 20 സൈറ്റ്സ് ഉണ്ട്. ദെൻ സെക്കൻഡ് ഉത്തർപ്രദേശാണ്, 10 സൈറ്റുകളാണുള്ളത്. നെക്സ്റ്റ് രാംഗഡ് വിഷ്താരി എന്ന് പറയുന്ന ടൈഗർ റിസർവ് ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ചാൽ രാജസ്ഥാനിലാണ്. എന്താണ് പക്ഷേ ഇതിൻ്റെ റീസൺ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സ് സക്സസ്ഫുള്ളി എയർലിഫ്റ്റ് ചെയ്തൊക്കെയായിരുന്നു ടൈഗറിനെ. എവിടുന്ന്? പെഞ്ച് ടൈഗർ റിസർവിൽ നിന്നും നമ്മളുടെ രാംഗഡ് വിഷ്താരി എന്ന് പറയുന്ന ടൈഗർ റിസർവിലേക്ക്. ഓർത്തു വെക്കുക, ഇന്ത്യൻ എയർഫോഴ്സ് സക്സസ്ഫുള്ളി എന്ത് ചെയ്തു? ഒരു ടൈഗറിനെ, ഏത് ടൈഗറാണ്? PN-224 എന്ന് പറഞ്ഞ ടൈഗറിനെ പെഞ്ച് ടൈഗർ റിസർവിൽ നിന്നും ഈ പറയുന്ന രാംഗഡ് വിഷ്താരി എന്ന് പറഞ്ഞ ടൈഗർ റിസർവിലേക്ക് എന്ത് ചെയ്തു? എയർലിഫ്റ്റ് ചെയ്തു. ഇത് രണ്ടാമത്തെ എയർലിഫ്റ്റിംഗ് ആണ്. ഇത് ഇൻഡർസ്റ്റേറ്റ് ടൈഗർ റീലൊക്കേഷൻ രണ്ടാമത്തെ ഇൻഡർസ്റ്റേറ്റ് ടൈഗർ റീലൊക്കേഷനാണ് ശരിക്കും നടക്കുന്നത്. ദെൻ ആദ്യത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് റീലൊക്കേഷൻ 2018 ഫസ്റ്റ് റീലൊക്കേഷൻ 2018 അത് കൻഹയിൽ നിന്ന്, കൻഹ ടൈഗർ റിസർവിൽ മധ്യപ്രദേശിലുള്ളതാണ്, സത്കോസിയ എന്ന് പറഞ്ഞ ടൈഗർ റിസർവിലേക്ക് മാറ്റി. കൻഹ ടൈഗർ റിസർവിൽ നിന്നും സത്കോസിയ, ഇത് മധ്യപ്രദേശിൽ നിന്ന് ഒഡീഷയിലേക്കാണ് റീലൊക്കേറ്റ് ചെയ്തത്. നെക്സ്റ്റ് വിച്ച് സ്റ്റേറ്റ് ബിക്കം എ ടൈഗർ സ്റ്റേറ്റ് ആഫ്റ്റർ 33 years as declared by NDCA? NDCA പ്രഖ്യാപിച്ച പ്രകാരം 33 വർഷത്തിന് ശേഷം ഏത് സ്റ്റേറ്റാണ് ടൈഗർ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നതാണ്? അത് ഏതാണ്? ഗുജറാത്താണ്. കൃത്യമായിട്ട് ഓർത്തുവെക്കുക, ഗുജറാത്ത്. അപ്പം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതാണ് മെയിൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ രത്തൻ മഹൽ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ദാഹോദ് ജില്ലയിലാണ്. അതുകൊണ്ടാണിത് ടൈഗർ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, ഹു വൺ ദ 2025 UNEP ചാമ്പ്യൻ ഓഫ് ദി എർത്ത് അവാർഡ്? ഈ ചാമ്പ്യൻ ഓഫ് എർത്ത് അവാർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അത് ഹയസ്റ്റ് എൻവയോൺമെൻറ്റ് ഹോണറാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന പരിസ്ഥിതി ബഹുമതിയാണ് ഈ UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് എന്ന് പറയുന്നത്. അത് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? സുപ്രിയ സാഹു. ഓർത്തു വെക്കുക, സുപ്രിയ സാഹു. അത് കൊടുക്കുന്ന UNEP ആണ്, UN എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ് ഇത് കൊടുക്കുന്നത്. 2025 വിന്നറെ മറക്കണ്ട, സുപ്രിയ. അപ്പം എന്താണ് നമ്മളെ പൃഥ്വിരാജിൻ്റെ വൈഫിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഓർത്തു വെക്കുക, സുപ്രിയ സാഹു എന്ന് ഓർത്തു വെക്കുക. സുപ്രിയ സാഹു എന്ന് പറയുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. ഓർത്തു വെക്കുക. അപ്പോൾ ഓർത്തു വെക്കണം, UNEP ചാമ്പ്യൻ ഓഫ് ദി എർത്ത് അവാർഡ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? സുപ്രിയയ്ക്കാണ്. അത് കൊടുക്കുന്ന എപ്പോഴും ഓർത്തണം UNEP ആണ്. നമ്മളുടെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി ബഹുമതിയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഹയസ്റ്റ് അവാർഡ് ഏതാണെന്ന് വെച്ചാൽ അത് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് ആണ്. അതാണ് ഈ പറഞ്ഞ സുപ്രിയയ്ക്ക് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് വിച്ച് കൺട്രി നെയ്മഡ് സൈക്ലോൺ ദിത്വ? ഏതാണ്? യമനാണ്. ദെൻ അത് നമ്മളവിടെ ഓർത്ത് വെക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് ഹിറ്റ് ചെയ്തത് എവിടെയാണ്? നമ്മളുടെ ഈ ഒരു ദുരന്തമുണ്ടായത് ശ്രീലങ്കയും ദക്ഷിണേന്ത്യയും, ഇവിടെ 2 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു ദിത്വ എന്ന ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്. നെക്സ്റ്റ് സാരന്ത ഫോറസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് സാരന്ത എന്ന് പറയുന്ന ഫോറസ്റ്റ്? അത് ഓർത്തു വെക്കുക, ജാർഖണ്ഡിലാണ്. ദെൻ എന്താണ് ഇതിൻ്റെ കറണ്ട് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ടായിരുന്നു, ജാർഖണ്ഡ് ടു ഡിക്ലെയർ സാരന്ത ഫോറസ്റ്റ് എ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ദെൻ സാരന്ത ഫോറസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഏഷ്യയിലെ ഏറ്റവും വലിയ സാൽ ഫോറസ്റ്റ് ആണ്. അത് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ ജാംഷഡ്പൂരിനടുത്തായിട്ടാണ് ഈ പറയുന്ന സാരന്ത എന്ന് പറയുന്ന ഫോറസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എന്താണ് ഇതിൻ്റെ റീസൺ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിൻ്റെ ഓർഡർ പ്രകാരം എന്താണ് നമ്മളുടെ ജാർഖണ്ഡ് ഈ പറയുന്ന സാരന്ത ഫോറസ്റ്റിനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് വിച്ച് ആഫ്രിക്കൻ കൺട്രി ഈസ് സപ്ലൈങ് 8 more cheetah to under Project Cheetah in 2025? പ്രൊജക്ട് ചീറ്റ ഇൻ 2025 ബേസ് ചെയ്തിട്ട് ഇന്ത്യ 8 ചീറ്റേനെ ബോട്സ്വാനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏത് പാർക്കിലേക്കാണെന്ന് വെച്ചാൽ കുണോ നാഷണൽ പാർക്ക്, മധ്യപ്രദേശിലെ കുണോ നാഷണൽ പാർക്കിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ ലോകത്തിലെ തന്നെ ആദ്യത്തെ ചീറ്റ റീഹാബിലേഷൻ പ്രോജക്റ്റാണിത്. 12 ചീറ്റേനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും 8 നാംബിയയിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്.
ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? കുനോ നാഷണൽ പാർക്കിലാണ്, മധ്യപ്രദേശിലെ. അറ്റ് പ്രസന്റ് കുനോയിൽ 24 ചീറ്റയും 3 ചീറ്റ ഗാന്ധിനഗർ വൈൽഡ് ലൈഫ് സാഞ്ചുറി, അത് മധ്യപ്രദേശിൽ തന്നെയാണ്, രണ്ടും മധ്യപ്രദേശിലാണ്. ഓക്കെ, ഓർത്ത് വെക്കാം. അപ്പോൾ 8 ചീറ്റേനെയാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രൊജക്ട് ചീറ്റ 2025 ബേസ് ചെയ്തിട്ട് 8 ചീറ്റേനെ എവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്? ബോട്സ്വാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, വിച്ച് വോൾക്കാനോ റീസെന്റ് ഇറപ്റ്റ് ചെയ്തിരിക്കുന്ന വോൾക്കാനോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, അത് ഹെയ്ലി ഗുബിയാണ്. ഹെയ്ലി ഗുബി 12,000 ഇയേഴ്സിന് ശേഷം പൊട്ടിത്തെറിച്ചിരിക്കുന്ന വോൾക്കാനോ മറന്നു പോകരുത്, ഹെയ്ലി ഗുബിയാണ്. ദെൻ ഇത് സ്ഥിതി ചെയ്യുന്നത് എത്യോപ്യയിലെ അഫാർ മേഖലയിലാണ്, അഫാർ മേഖല. ദെൻ ആഷ് വന്നത്, ഇന്ത്യയിലേക്ക് വന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ വഴി ഇന്ത്യയിൽ ഡൽഹിയിലെത്തി. ഇതാണ് ശരിക്കും ആ ഒരു വേ എന്ന് പറയുന്നത്. ഇത്ര നമ്മളതൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. വോൾക്കാനോ ഏതാണ്? വോൾക്കാനോയുടെ എവിടെയാണെന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതാണ് ഹെയ്ലി ഗുബി എന്ന് പറയുന്ന വോൾക്കാനെയാണ് ഓർക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, വിച്ച് കൺട്രി ബിക്കം ദ 19th മെമ്പർ ഓഫ് IUCN. IUCN അബ്രിവേഷൻ ഓർത്തത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അതായത് ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. നേച്ചർ കൺസർവേഷനുമായിട്ട് നേച്ചർ കൺസർവേഷനോട് നിലകൊള്ളുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ നേച്ചർ. അതിൽ 90ാമത്തെ മെമ്പറായിട്ട് വന്നിരിക്കുന്നത് തുവാലു ആണ്. തുവാലുവിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. തുവാലു എന്ന് പറയുന്നത് ആ രാജ്യം എന്താണ്? ആ രാജ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലാവസ്ഥ ദുർബല പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു ദുർബല രാജ്യമായിട്ട്, ലോകത്തിലെ ഏറ്റവും കാലാവസ്ഥ ദുർബല രാജ്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന രാജ്യമാണ് തുവാലു എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഡ്യോങ് കൺസർവേഷൻ റിസർവ് ലൊക്കേറ്റഡ്? ഇന്ത്യയുടെ ആദ്യത്തെ ഡ്യോങ് കൺസർവേഷൻ റിസർവ് എവിടെയാണെന്ന് വെച്ചാൽ അത് തമിഴ്നാട്ടിലാണ്. റീസെന്റ് എന്താണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, റീസെന്റ് ഈ പറഞ്ഞ IUCN എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയുടെ ഈ ഫസ്റ്റ് ഡ്യോങ് കൺസർവേഷൻ റിസർവിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തേത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാക്വേയിലാണ്, അതായത് പാക് ഉൾക്കടലിലാണ് ഇത് പ്രധാനമായിട്ടും ഈ ഒരു അംഗീകാരം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. തമിഴ്നാട്ടിലാണ്. ഇനി ഡ്യോങ് എന്ന് പറഞ്ഞ ഒരു ഹെർബിവോറസ് ആണ്, ഒരു മറൈൻ മാമലാണ്. ഇതിനെ പക്ഷേ സാധാരണ ആൾക്കാർ വിളിക്കുന്നത് സീക്കൗ, കടൽ പശു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇത് എവിടേക്കാണെന്ന് വെച്ചാൽ ഗൾഫ് ഓഫ് മാന്നാർ, പാക്വേ, ദെൻ ഗൾഫ് ഓഫ് കച്ച്, A&N, അതായത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ഇവിടെയാണ് പ്രധാനമായിട്ട് ഇതുള്ളത്. ദെൻ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ നമ്മളുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഈ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 പ്രകാരമാണ് ഇന്ത്യ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, ഇൻ വിച്ച് ഡിസ്ട്രിക്ട് വാസ് രാജസ്ഥാൻസ് ഫസ്റ്റ് നമോ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇനാഗുറേറ്റഡ്? രാജസ്ഥാന്റെ ആദ്യത്തെ നമോ ബയോഡൈവേഴ്സിറ്റി പാർക്ക്, അതിൻ്റെ പേരാണ് നമോ വാൻ. അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? പ്രതാപ് ബന്ദ് അൽവാർ, രാജസ്ഥാൻ. അത് ഇനാഗുറേറ്റ് ചെയ്തത് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ആരാണ്? ഭൂപേന്ദർ യാദവ് ആണ് അത് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്ന ഓർത്തു വെക്കാം. അപ്പോൾ ഓർത്തു വെക്കാം, രാജസ്ഥാന്റെ ആദ്യത്തെ നമോ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഏതാണ്? നമോ വാൻ ആണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കാം, നമോ വാൻ. അത് ഏത് ഡിസ്ട്രിക്റ്റിലാണ്? അൽവാർ. നെക്സ്റ്റ്, വിച്ച് കൺട്രി ലോഞ്ച്ഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യാസ് ഫസ്റ്റ് കോറൽ ലാവേ ക്രയോ ബാങ്ക്? അത് ഫിലിപ്പീൻസ് ആണ്. ഇനി ഓർത്തു വെക്കുക, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ആദ്യത്തെ കോറൽ ലാവേ ക്രയോ ബാങ്കാണിത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മളുടെ പവിഴപ്പുറ്റുകൾ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഫിലിപ്പീൻസ് ആണ്. ദെൻ പവിഴപ്പുറ്റിൻ്റെ ലാർവ, അതായത് കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതിനെ ശീതീകരിച്ച് സൂക്ഷിക്കുക. ദെൻ കേടായിട്ടുള്ള പവിഴപ്പുറ്റുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അത് പിന്നീട് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ട് ഇനി ആവശ്യമുള്ളപ്പോൾ അതിനെ റീസ്റ്റോർ ചെയ്യുക. ഇതൊക്കെയാണ് ശരിക്കും പ്രധാനമായിട്ടും ഈ കോറൽ ലാർവേ ക്രയോ ബാങ്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യ റാങ്ക് വിച്ച് പൊസിഷൻ ഗ്ലോബലി ഇൻ ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ? GFRA, ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സ് അസസ്മെന്റ് 2025 പ്രകാരം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യുന്ന ഓർത്ത് വെച്ചോളെ, അത് FA ആണ്, അത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനാണ്. അപ്പോൾ GFRA പ്രകാരം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ഉള്ള രാജ്യം റഷ്യ, രണ്ടാമത് ബ്രസീൽ, മൂന്നാമത് ഇന്ത്യ. എന്നാൽ അപ്പോൾ എന്താണ്, ടോട്ടൽ ഫോറസ്റ്റ് ഏരിയയിൽ ഇന്ത്യയുടെ റാങ്ക് 9ാമത്തെ. പക്ഷേ നെറ്റ് ആനുവൽ ഫോറസ്റ്റ് ഏരിയ ഗെയിൻ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 3rd ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പുറത്ത് വെക്കുക, ഇന്ത്യയുടെ റാങ്ക് എത്രാമത്തെ? ടോട്ടൽ ഫോറസ്റ്റ് ഏരിയയിൽ ഇന്ത്യയുടെ റാങ്ക് 9ാമത്തെ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ്സ് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് റീസെന്റ് ആഡഡ് ടു യുനെസ്കോസ് വേൾഡ് നെറ്റ്വർക്ക്? യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്കിൽ അടുത്തിടെ ചേർത്ത കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഹിമാചൽ പ്രദേശിലാണ്. ഇപ്പോൾ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അത് എന്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്? വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ് WNBRലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് ബൈ യുനെസ്കോ. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത് സ്ഥലം ഒന്ന് ഓർത്തു വെക്കാൻ നല്ലതാണ്. എവിടെയാണ്? ലാഹോൾ ആൻഡ്
സ്പിതി എന്ന് പറയും. ലാഹോൾ ആൻഡ് സ്പിതി ഡിസ്ട്രിക്ട്, അത് ഹിമാചൽ പ്രദേശിലെ ലാഹോൾ ആൻഡ് സ്പിതി ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. ദെൻ ഇനി CDBR കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് ഇൻ്റഗ്രേറ്റ് എവിടേക്കാണ്? പിൻവാലി നാഷണൽ പാർക്ക്, കിബർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദെൻ അതുപോലെ തന്നെ ചാന്ദ്രതാൽ വെറ്റ്ലാൻഡ്. ദെൻ അവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത് ദെൻ സ്നോ ലെപ്പാർഡ് ഉണ്ട്, ഹിമാലയൻ ഐബെക്സ്, ദെൻ ഹിമാലയൻ വോൾഫ്, റെഡ് ഫോക്സ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കാം. നമ്മളുടെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2025 കറണ്ട് അഫെയറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. നമുക്കൊരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. ടുമോറോ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സെറ്റ് എക്സാം എന്ന് പറയുന്നത്. കാരണം നെഗറ്റീവ് മാർക്കൊന്നുമില്ല, വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത ഏരിയയാണ്. പ്രത്യേകിച്ച് പേപ്പർ 1 നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു ടൈം ടേബിളിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള സമയം പോകും നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത് കറക്റ്റ് എഫക്റ്റീവായിട്ടൊന്ന് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഒട്ടും പാടില്ലാതെ നമുക്ക് പാസ്സാകാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ ദിവസം ഞാനൊരു ടെസ്റ്റ് മണി ഇട്ടിരുന്നു. ലാസ്റ്റത്തെ 1 വീക്ക് മാത്രം നമ്മുടെ അക്കാഡമിയിൽ കഴിഞ്ഞ തവണ ജോയിൻ ആയ കൊച്ചു പാസ്സായി. അപ്പോൾ കൊച്ചു ഇട്ടിരുന്നതാണ് ആ ഒരു കാരണം. നമ്മളിങ്ങനെ വലിച്ചു വാരിയുള്ള ആൻസേഴ്സ് ഒന്നും അല്ല, അല്ലെങ്കിൽ ടോപ്പിക്സ് ഒന്നും അല്ല ഇടുന്നത്. നിങ്ങൾക്ക് പഠിക്കേണ്ട ഏരിയ മാത്രം വളരെ കൃത്യമായിട്ട് പോയിന്റ് ബേസ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അതും നമ്മൾ PPT യൂസ് ചെയ്ത് വളരെ ഹൈലൈറ്റ് ചെയ്തിട്ട് പോയിന്റ്സ് ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിലേക്ക് കണ്ടും കേട്ടും ഒക്കെ ഉറപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതും ലൈവായിട്ടായിരുന്നു തന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നന്നായിട്ട് ആ സമയം നിങ്ങൾ പഠിച്ചു പോകും. പിന്നീട് നിങ്ങൾക്ക് ആർക്കും ആ ക്ലാസ് കൂടേണ്ട ആവശ്യം വരത്തില്ല. ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇനിയും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം പോയിട്ടില്ല, ഇനി അവസരമുണ്ട്. IIMS അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം. അതും ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.